Hi all. Today we are going to discuss about Haemophilus. Haemophilus എന്ന് പറയുന്ന ബാക്ടീരിയയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫീഫർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് മിസ്റ്റേക്കൺലി ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഹീമോഫിലസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഐസൊലേറ്റഡ് ബൈ സ്മിത്ത്, ആൻഡ്രൂസ് ആൻഡ് ലേഡ്ലോ in 1933, and these kinds of organism required two kinds of growth factors, X and V, which is present in the blood. Mainly they are small non-motile gram-negative roots transmitted by respiratory droplets or direct contact with contaminated secretions. നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ആൻഡ് മെയിൻലി ക്ലിനിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നതാണ്, വിച്ച് കോസ് പാത്തോജനസിസ് റിയാക്ഷൻസ് ഇൻ ഹ്യൂമൻസ് ലൈക്ക് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലത്തേക്കുള്ള ഡിസീസുകൾ കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഹീമോഫിലസ് ഡ്യൂക്കറേ എന്ന് പറയുന്നത്. അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളെ കോസ് ചെയ്യുന്നു. ആൻഡ് അത് കൂടാണ്ട് തന്നെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ ഹീമോഫിലസുകളാണ് പാരൻ ഇൻഫ്ലുവൻസ, അപ്ഫ്രോഫിലസ്, ഏജിപിറ്റസ്. ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്, വിച്ച് ഹാസ് എ polysaccharide capsule, and they are 6 different serotypes A to F of polysaccharide capsule. ഈ 95% ഓഫ് ഹ്യൂമൻ ഡിസീസുകൾ കോസ് ചെയ്യുന്നത് ടൈപ്പ് ബിയിൽ വരുന്ന ഓർഗാനിസം ആണ്, വിച്ച് കംസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ദർ മോർഫോളജി എന്ന് പറയുന്നത് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 മീറ്റർ ഡയമീറ്ററും 0.3 to 0.5 മൈക്രോൺസ് എന്ന് പറയുന്ന ലെങ്ത്തും ആയിരിക്കും. നോൺ മോട്ടൈൽ നോൺ സ്പോറിംഗ് ഓർഗാനിസം ആണ്. ഗ്രാം നെഗറ്റീവ് റോഡ് അല്ലെങ്കിൽ കോക്കോബാസിലസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്ലിയോമോർഫിക് ആയിരിക്കും ഇൻ ഓൾഡ് കൾച്ചർ. ഇൻഫെക്റ്റഡ് സ്പ്യൂട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന ഓർഗാനിസം കോക്കോബാസിലറി ഷേപ്പും, മെനിഞ്ചൈറ്റിസിന്റെ ഒക്കെ കേസിൽ വരുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ കാണുന്ന ഓർഗാനിസം ലോങ് ബാസിലറി ഫിലമെന്റസ് ഫോമായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബോൾ ഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ലോഫ്ലസ് മെത്തലിൻ ബ്ലൂ. മോസ്റ്റ്ലി ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ ആണ്. ക്യാപ്സ്യൂൾ സ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ ഇങ്ക് യൂസ് ചെയ്തിട്ടാണ്. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണിച്ചേക്കുന്ന പിക്ചറിനകത്ത് CSF, അതായത് ലോങ് ബാസിലറി ഫോം ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ഇതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം. സോ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിഡീസ് ഗ്രോത്ത് റിക്വയർമെന്റ്സ് ആണ്. ഫാക്ടേഴ്സ് എക്സ് ആൻഡ് വി നമുക്ക് വേണം ഫോർ ദ ഗ്രോയിങ് പർപ്പസ് ഇൻ ലാബ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഹെമിൻ ഹീറ്റ് സ്റ്റേബിൾ ആണ്. പോർഫൈറിൻസ് ഫോർ ദ സിന്തസിസ് ഓഫ് സൈറ്റോക്രോംസ്. വി ഫാക്ടർ എന്ന് പറയുന്നത് ഹീറ്റ് ലബൈൽ ആണ്. കോഎൻസൈം 1 നിക്കോട്ടിനമൈഡ് അഡിനിൻ ന്യൂക്ലിയോടൈഡ്, അതായത് NAD, ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ഫോർ ദ ഓക്സിഡേഷൻ. ആൻഡ് എയറോബിക് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒപ്റ്റിമം. ചോക്ലേറ്റ് അഗറിനകത്ത് ഫ്ലാറ്റ് ഗ്രേയിഷ് ബ്രൗൺ കോളനീസ് 1 to 2 millimeter in diameter present after 24 hours. Colonies of Staphylococci on sheep blood agar cause the release of NAD and yielding satellite growth phenomenon കാണിക്കാറുണ്ട്. അതായത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിനകത്ത് നമ്മൾ സ്റ്റെഫൈലോകോക്കസിന്റെ ഒരു കൾച്ചറും കൂടി വെക്കുമ്പോൾ അതിനകത്തൊരു സാറ്റലൈറ്റ് ഗ്രോത്ത് ഫിനോമിനൻ കാണിക്കുന്നുണ്ട്. സോ ഹിയർ ഇസ് ദിസ്. When Staph aureus is streaked across the plate of blood agar with a species containing Haemophilus influenzae, ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബയോകെമിക്കൽ റിയാക്ഷൻസിൽ വരുമ്പോൾ ദേ ആർ കാറ്റലൈസ് പോസിറ്റീവ് ഓർഗാനിസം, ഓക്സിഡൈസ് പോസിറ്റീവ് ഓർഗാനിസം, ആൻഡ് ദേ റെഡ്യൂസ് നൈട്രൈറ്റ് ടു നൈട്രേറ്റ്. സോ നൈട്രേറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ദേ ഫെർമെന്റ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആൻഡ് കനോട്ട് ഫെർമെന്റ് സൂക്രോസ്, ലാക്ടോസ് ആൻഡ് മാനിറ്റോൾ. ആന്റിജനിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മെയിൻലി 3 സർഫസ് ആന്റിജൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ക്യാപ്സുലാർ പോളിസാക്രൈഡ്, ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആൻഡ് ലിപ്പോ പോളിസാക്രൈഡ്സ്. സോ ഈ 3 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്.
മേജർ ആന്റിജനിക് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ക്യാപ്സുലേറ്റഡ് സ്ട്രെയിനിന്റെ മെയിൻലി 6 ക്യാപ്സുലാർ ടൈപ്സ് ആണ് A to F. ടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അഗ്ലൂട്ടിനേഷന്റെ ബേസിസിലാണ്, അഗ്ലൂട്ടിനേഷൻ റിയാക്ഷന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 95% ഓഫ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്തത് ടൈപ്പ് ബി ഗ്രൂപ്പിൽ. ടൈപ്പ് ബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക് ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. പെൻഡോസ് ഷുഗർ ഉണ്ട് അതിനകത്ത്, റൈബോസ് ഉണ്ട്, റിബിറ്റോൾ ഇൻസ്റ്റെഡ് ഓഫ് ഹെക്സോസ്, ഇൻ അതേഴ്സ് ദാറ്റ് ഹെക്സമൈൻസ്. റിബിറ്റോൾ ആയിരിക്കും ഉണ്ടാവുക ഹെക്സോസിന് പകരമായിട്ട്. ക്യാപ്സുലാർ പോളി റൈബോസിൽ റിബിറ്റോൾ ഫോസ്ഫേറ്റ് PRP ഓഫ് HIB ഇൻഡ്യൂസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B induces IgM, IgG and IgA antibodies, ബാക്ടീരിയോസിഡൽ ആൻഡ് ഒപ്പോസോണിക് ആൻഡ് പ്രൊട്ടക്റ്റീവ്. സോ ഇതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. PRP എംപ്ലോയിഡ് ഫോർ ഇമ്മ്യൂണൈസേഷന് വേണ്ടി നമ്മൾ യൂസ് എവിടെയൊക്കെ കാണുന്നതെന്നുള്ള ഒരു ചാർട്ടാണ്. സോ വിർലന്റ് ഫാക്ടേഴ്സ് ഓഫ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് പോളിസാക്കറൈഡ് ക്യാപ്സൂള്, ഫിംബ്രിയെ, ലിപ്പിഡ് LPS, ലിപ്പിഡെ and lipopolysaccharides, and all virulent strains produce neuraminidase and IgA protease. IgA ബൈൻഡ് ചെയ്യാതിരിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു എൻസൈം ആണിത്. നോ എക്സോടോക്സിൻ. സോ ഇതൊക്കെ വിർലൻസ് ഫാക്ടേഴ്സ്. പാത്തോജനസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ നമ്മുടെ നാസോഫാരൻസിൽ കോളനൈസ് ചെയ്തിട്ട് അത് നമ്മുടെ എപ്പിത്തീലിയത്തിലും കാപ്പിലറി എൻഡോത്തീലിയത്തിലും ഒക്കെ പെനിട്രേറ്റ് ചെയ്ത് ബാക്ടീരിയമ കോസ് ചെയ്യിക്കുന്നു. മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്പ്രെഡ് ബൈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫ്രം ദ ഹെമറ്റോജിനസ് സ്പ്രെഡ്. ഈ ഹെമറ്റോജിനസ് സ്പ്രെഡ് വഴിയൊക്കെ ഉണ്ടാവുന്ന ലിംഫാറ്റിക് ഡ്രെയിനേജ് വഴിയാണ് നമുക്ക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്നത്. നോൺ ടൈപ്പബിൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ നമ്മുടെ നാസോഫാരൻസിൽ കോളനൈസ് ചെയ്തിട്ട് ട്രക്കിയയിലും ബ്രോങ്കിയില് ഒക്കെ മ്യൂക്കോസിനെ ഇൻഫെക്ട് ചെയ്യുകയും നമുക്ക് വൈറൽ ഡിസീസുകൾ കോസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ലിപ്പോ ഒലിഗോസാക്രൈഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം കൂടി. സോ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യും, ഓട്ടിറ്റിസ് മീഡിയ, സൈനറ്റൈറ്റിസ്, എപ്പിഗ്ലോട്ടിസ്, ട്രക്കിയോബ്രോങ്കൈറ്റിസ്, ബാക്ടീരീമിയ, ന്യൂമോണിയ ഇതൊക്കെ കോസ് ചെയ്യുന്ന ഒന്നാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ആൻഡ് ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂമോണിയ ഉണ്ടാവാറുണ്ട്, സെപ്റ്റിക് ആർത്രൈറ്റിസ്, എപ്പിഗ്ലോട്ടിസ്, മെനിഞ്ചൈറ്റിസ്, ഇൻവേഷൻ ഇൻഫെക്ഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദിസ് ഓർഗാനിസം ഈസ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഫ്രം ദ ഡിസ്ചാർജ് of upper respiratory tract during the infected period. upper respiratory tractലെ ഡിസ്ചാർജ് ആണ് മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ വരുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് അൺനോൺ ആണ്, പ്രോബബ്ലി 2 to 4 days വരെ. ഇൻഫെക്ഷ്യസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് ദ ഓർഗാനിസം ഈസ് പ്രസന്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് നേസൽ ഡിസ്ചാർജ്. നമ്മുടെ ശരീരത്തിലെ ഓർഗാനിസം ഉള്ളിടത്തോളം കാലം വരെ ഇൻഫെക്ഷ്യസ് പീരീഡ് തന്നെയാണത്. പക്ഷെ നമുക്ക് നേസൽ ഡിസ്ചാർജ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളൊരു ഇൻഫെക്ഷ്യസ് പേഴ്സൺ ആണ്, നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റും. വി ആർ എ കാരിയർ ദെൻ. നോൺ ഇൻഫെക്ഷ്യസ് വിത്തിൻ 24 to 40 hours ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ദ എഫക്റ്റീവ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇൻഫെക്ഷ്യസ് അല്ലാണ്ടായി. സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഇത് കോസ് ചെയ്ത് വരുന്ന സെക്കൻഡറി ഇൻഫെക്ഷൻസ് ആണ് റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ്, ഓട്ടിറ്റിസ് മീഡിയ, സൈനറ്റൈറ്റിസ് ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ലബോറട്ടറി ഡയഗ്നോസിസിലെ സാമ്പിൾസ് നമ്മൾ എടുക്കുന്നത് CSF, ബ്ലഡ്, ത്രോട്ട് സ്വാബ്, സ്പ്യൂട്ടം, പസ്, ആസ്പിറേറ്റ്സ് ഫ്രം ജോയിന്റ്സ്, മിഡിൽ ഇയേഴ്സ് ഓർ സൈനസ് എക്സെട്ര. പിന്നെ ഡയറക്റ്റ് എക്സാമിനേഷനിൽ ഗ്രാം സ്റ്റെയിനിങ്, മൈക്രോസ്കോപ്പി, ഇമ്മ്യൂണോഫ്ലൂറസെൻസ് ആൻഡ് കില്ലിംഗ് റിയാക്ഷൻസ്. പിന്നെ ടൈപ്പ് ബി ക്യാപ്സുലാർ ആന്റിജൻ ഡിറ്റക്ഷൻ, അഗ്ലൂട്ടിനേഷൻ ഓഫ് ലേറ്റക്സ് പാർട്ടിക്കിൾസ്, കൊയാഗുലേഷൻ ടെസ്റ്റ്, കൗണ്ടർ ഇമ്മ്യൂണോ ഇലക്ട്രോഫോറോസിസ്. കൾച്ചറിങ് ആൻഡ് ഐസൊലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻ ബി ഗ്രോൺ ഓൺ ബ്ലഡ് അഗാർ ആൻഡ് ചോക്ലേറ്റ് അഗാർ. ബ്ലഡ് അഗാറിലും ചോക്ലേറ്റ് അഗാറിലും ഗ്രോ ചെയ്യിക്കാറുണ്ട്. 5 to 10% കാർബൺ ഡൈ ഓക്സൈഡ് നീഡഡ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് ദ ഗ്രോത്ത്. പിന്നെ സ്ട്രീക്ക് ഓഫ് സ്റ്റെഫലോകോക്കസ് ഷുഡ് ബി സ്ട്രീക്കഡ് അക്രോസ് ദ പ്ലേറ്റ് അറ്റ് 31 degrees Celsius. ഒപ്പേ കോളനീസ് ആണ് സാധാരണ കാണാറുള്ളത്, വിച്ച് ഷോസ് ദ സാറ്റലൈറ്റിസം. ഇറിഡിസെൻസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ലെവിത്തിയൻ മീഡിയം, പിന്നെ ബ്ലഡ് കൾച്ചർ, CSF കൾച്ചർ, ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സെഫറ്റോക്സമൈൻ, സെഫറ്റസിമിഡൈൻ, ആംബിസിലിൻ, കോൺട്രിമിക്സസോൾ,
plasmid-borne resistance set in ampicillin, amoxicillin with clovenate and clarithromycin. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും തേർഡ് ജനറേഷൻ വരുന്നത് സെഫാലോസ്പോറിൻ, ക്ലോറാംഫിനിക്കോൾ പ്ലസ് ആംബിസിലിൻ എന്നൊക്കെയാണ്. ആംബിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെയിൻസും കാണാറുണ്ട്. എപ്പിഡമോളജി ആൻഡ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോകോക്കയുടെ ആയിട്ട് സിമിലർ ആയിട്ട് വരുന്ന ഒരു ഓർഗാനിസം ആണ്. ഇൻഫെക്ഷൻ എൻഡേഴ്സ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്ക് വഴിയാണ്. ഇമ്മ്യൂണിറ്റി ഈസ് ടൈപ്പ് സ്പെസിഫിക് ആണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ടൈപ്പ് പ്രൊട്ടക്ട് ചെയ്യുന്നത് PRP വാക്സിൻ വഴി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറയും. പൂർലി ഇമ്മ്യൂണോജനിക് ആയിട്ടുള്ള ചിൽഡ്രനിലാണ് നമ്മൾ കൊടുക്കുന്നത്, ബിലോ 2 years. അതിലായിരിക്കും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകൾ കൂടുതൽ. റിഫാംപസിൻ എന്ന് പറയുന്നത് 4 days. Rifampicin can be given for 4 days and prevents secondary infection and eradicates carrier state. Hemophilus B conjugate vaccine ആണ് നമ്മൾ യൂസ്. സോ ഇത് കാണിച്ചിരിക്കുന്ന ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസുകളാണ്. മെനിഞ്ചൈറ്റിസ്, ഓട്ടിറ്റൈറ്റിസ്, സൈനറ്റൈറ്റിസ്, എപ്പിഗ്ലോട്ടിസ്, ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്, ബാക്ടീരിയമ, ന്യൂമോണിയ. ഹീമോഫിലസ് ഏജിപ്പിറ്റസ് എന്ന് പറയുന്നത് കൺജങ്ക്റ്റിവൈറ്റിസും പൾമണറി ഫീവറൊക്കെയാണ് നമുക്ക് കോസ് ചെയ്യുന്നത്. പർപ്യൂറൽ ഫീവേഴ്സ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. ഹീമോഫിലസ് ഡ്യൂക്കീറിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. കാങ്ക്രോയിഡ്സ്, ജെനിറ്റൽ പാർട്സിനകത്ത് ഒക്കെ കാങ്ക്രോയിഡ്സ് ഒക്കെ ഫോം ചെയ്യുക, അതൊക്കെ ആണ് നെക്രോസിസ് ഒക്കെ വരുത്തുക. ഹീമോഫിലസ് ഏജിപ്പിറ്റസ് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോച്ച് വീക്സ് ബാസിലസ്. ദേ ആർ ഗ്രാം നെഗറ്റീവ് കോക്കോബാസിലസ്. പ്യൂർലൻ കൺജങ്ക്റ്റിവൈറ്റിസ് കോസ് ചെയ്യാറുണ്ട്. ബ്രസീലിയൻ പർപ്യൂറിക് ഫീവർ കോസ് ചെയ്യാറുണ്ട്. ഒക്യോ ഇൻ എപ്പിഡമിക് ഫോംസ്. കോമൺ ഇൻ ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികളിലും പിന്നെ നവജാത ശിശുക്കളിലും ഒക്കെ കാണാറുണ്ട്. റെസ്പോണ്ട് ടു ലോക്കൽ സൾഫോണമൈഡ് ആൻഡ് ജെന്റാമൈസിൻ. ഈ 2 ആന്റിബയോട്ടിക്സിനോട് അത് റെസ്പോൺസ് ചെയ്യും. ഹീമോഫിലസ് ഡ്യൂക്കീറിയ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് 1890 കണ്ടുപിടിച്ച ഒന്നാണ്, ഐഡന്റിഫൈ ചെയ്താണ്. ദേ ആർ ഷോർട്ട് ഒവോയ്ഡ് ബാസിലൈ 1 to 1.5 into 0.6 മൈക്രോൺസ് ആണ് അതിന്റെ ഒരു ഓവറോൾ സൈസ് എന്ന് പറയുന്നത്. എൻഡ് ടു എൻഡ് പാർട്ട് ഇൻ ഷോർട്ട് ചെയിൻസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ്. ദേ ആർ ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ്. സംടൈംസ് ആയിട്ട് നമുക്ക് രണ്ടുമായിട്ട് കാണാൻ പറ്റാറുണ്ട്. ബൈപോളാർ സ്റ്റെയിനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാസിലൈ എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ്സ് അപ്പിയർ ഇൻ പാരലൽ ചെയിൻസ് ഗിവിംഗ് എ സ്കൂൾ ഓഫ് ഫിഷ് അപ്പിയറൻസ്. ഒരു ഫിഷ് അപ്പിയറൻസ് ആണ്. നമ്മുടെ ജെനിറ്റൽ ഏരിയ, ഹ്യൂമൻസിലെ ജെനിറ്റൽ ഏരിയയിലാണ് കൂടുതലും നമ്മൾ ഇത് കാണുന്നത്. ആൻഡ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ സെക്ഷലി കോണ്ടാക്ട്. അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മെന്നിനകത്താണെന്നുണ്ടെങ്കിൽ പെയിൻഫുൾ അൾസർ ഇൻ ജെനിറ്റൽസിൽ, സ്ലോ ഹീലിംഗ്, ലിംഫനോഡൽ എൻലാർജ്മെന്റ്, പസ് ഫോർമേഷൻ വിച്ച് ഈസ് നോൺ ആസ് കാൻക്രോയിഡ് വിച്ച് ഇസ് സോഫ്റ്റ് ബേസ്ഡ് അൾസർ. വുമൻസിലാണെങ്കിൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇൻഫെക്ഷൻ ഈസ് ലോക്കലൈസ്ഡ് ആൻഡ് സ്പ്രെഡിംഗ് ടു ഓൺലി ഇൻ ദ റീജിയണൽ ലിംഫോ നോഡ്സിൽ. കൾച്ചർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്ലോട്ടർ റാപ്പിഡ് ബ്ലഡ് അഗാറിനകത്താണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഗ്രോസ് ഓൺ ക്രോണി അലന്റോയിക് മെംബ്രെയിൻ ഓഫ് ചിക്ക് എംബ്രിയോ. സ്മോൾ ഗ്രേ ട്രാൻസ്ലൂസന്റ് കോളനീസ് ആർ പ്രൊഡ്യൂസ്ഡ്. കീമോതെറാപ്പി അതായത് ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫോണമൈഡ്സ്, എറിത്രോമൈസിൻ, കോൺട്രിമിസസോൾ, സിപ്രോഫ്ലോവാക്സിൻ ആൻഡ് സെട്രിയാക്സോൺ. ഇത്രയുമാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.